എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ വിളിച്ചേ? എന്താ പേര്? അമ്മൂന്ന എന്റെ പേര്. എന്തിനാ ഇങ്ങനെ വന്ന് വിളിച്ചു നോക്കുന്നു? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങള് ബുക്ക് വാങ്ങുന്നത് കണ്ട് നോക്കിയതാ. അമ്മൂന് വാങ്ങിയില്ലേ? ഇല്ല. അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛൻ വാങ്ങി തരത്തില്ലേ? അച്ഛനില്ല. അമ്മയടുത്ത് പറയണം, അമ്മ വാങ്ങി തരില്ലേ? അമ്മയ്ക്ക് വയ്യാതിരിക്കുക, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോന്ന് പോലും അറിയില്ല. എവിടാ അമ്മൂന്റെ വീട്? ദേ അത്. സന്തോഷാമിന്റെ കടയിലെ ഒത്തിരി സാധനമുണ്ട്. അമ്മ ഓടത്, ഞാൻ ഇപ്പ വരാം. ഇന്ന് അമ്മു, ഞാനും എൻ്റെ അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം അമ്മുൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. അമ്മു ഞങ്ങളുടെ കൂടെ സ്കൂളിൽ വരണം കേട്ടോ. ഓട്ടേ, ടാറ്റാ. എന്തുവായി കാണിക്കുന്നേ? പിന്നെ എടുത്താ പോരെ ഇതൊക്കെ? ബുക്കുകളൊക്കെ കുറവുണ്ടല്ലോ, ബാഗും ഇല്ല. ഏട്ടാ ഏട്ടാ, ബുക്കും ബാഗും ഒന്നും ഇല്ലല്ലോ. ഇതിൽ സാധനങ്ങളും കുറവുണ്ട്, ഒന്ന് നോക്കിക്കേ. ഇതൊക്കെ എങ്ങോട്ട് പോയി? ഞാൻ നിങ്ങളുടെ അടുത്താ പറയുന്നേ, വല്ലതും കേൾക്കുന്നോ അങ്ങോട്ട്? എന്തുവാടി ബഹളം വെക്കുന്നേ? അയ്യോ അമ്മ, മേടിച്ചൊന്നും കാണുന്നില്ല. എടി ഒന്ന് നിർത്ത്. എത്ര ബുക്കുകൾ വാങ്ങിച്ചതാ, ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോയി? ബാഗില്ല, ബുക്കുകളില്ല, ഇതെല്ലാം കൂടെ എവിടെ കൊണ്ടുവന്ന് വെച്ച്? കാറിലെങ്ങാനും വെച്ചോ, കടയെ മറന്നു വെച്ചോ, ആർക്കറിയാം? എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാ ഇതൊക്കെ? കാശിന്റെ വല്ല വിലയും അറിയോ? അതെങ്ങനാ വല്ലതും നോക്കി കിടന്നാ ഇങ്ങനെ ഇരിക്കും. എടി അമ്പോ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ചേട്ടാ, ബാഗും ബുക്കും ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല അനക്കമുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത ആരും? ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, എല്ലാത്തിൻ്റെയും പുറകെ ഞാൻ തന്നെ പോണം. ഇവിടുന്ന് അവിടം വരെ പോയി ഇത്രയും കാശ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ബാഗില്ല, ബുക്കില്ല, ഒരു സാധനങ്ങളും ഇല്ല. എവിടെ പോയെന്ന് ആർക്കറിയാം? എടി, ഞാനീ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലയോ? എടി നീ ഒന്ന് നിർത്ത്. അവൾ അവളുടെ കൂട്ടുകാരി കുറച്ച് ബുക്ക് കൊടുത്ത്. ഏതോ കടി എടുത്ത് കൊടുത്തേ. അമ്മേ ബഹളം വെക്കാതെ. നമ്മൾ കടയിൽ ചെന്നപ്പം ഒരു കൊച്ച് ഒളിഞ്ഞു നോക്കുന്നത് കണ്ട് അടുത്ത് ചെന്ന് കാര്യം തിരക്കിയപ്പോഴാ അവൾക്ക് അച്ഛനില്ല, അമ്മ സുഖമില്ലാതെ കിടപ്പിലാന്ന് അറിയുന്നത്. ബുക്കും ബാഗും ഒന്നും വാങ്ങിയില്ല. സ്കൂളിൽ പോകുന്ന കാര്യം തന്നെ സംശയത്തില്ല. ഫ്രീ കിട്ടിയ ബുക്കും ബാഗും എല്ലാം ഞാൻ ആ കൊച്ചിനും കൊടുത്തു. മോള് ചെയ്തത് നല്ല കാര്യം മോളെ, അച്ഛന് സന്തോഷമായി. സാരമില്ല മോളെ, അമ്മ അറിയാഞ്ഞിട്ടല്ലേ, അമ്മയോട് നേരത്തെ പറയാമായിരുന്നില്ലേ? പോട്ടെ, സാരമില്ലടാ. പിന്നെ അമ്മേ, ഞാൻ അമ്മൂൻ്റെ ഒരു വാക്ക് കൊടുത്തു, നമ്മളെല്ലാവരും കൂടെ അമ്മൂൻ്റെ വീട്ടിലൊരു ദിവസം പോകുമെന്ന്. അമ്മൂനിപ്പോൾ വലിയ സന്തോഷമായിരിക്കും.